സഖാവ് ജി സുധാകരൻ ഇന്ന് കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന ഏറ്റവും സീനിയറായ നേതാക്കളിൽ ഒരാളാണ്. സഖാവ് SFIയുടെ ഒക്കെ സ്ഥാപക സമയത്തുണ്ടായിരുന്ന ഒരാളാണ്. SFI പ്രസ്ഥാനത്തിലേക്ക് ഞങ്ങളൊക്കെ വരുമ്പോൾ സുധാകരൻ ഒരു മാതൃകയാണ്. അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത, അദ്ദേഹത്തിന്റെ സഹോദരൻ ഭുവനേശ്വരൻ രക്തസാക്ഷിയാണ്. അപ്പോൾ രക്തസാക്ഷിയുടെ സഹോദരൻ എന്ന ആ ഒരു പിക്ചർ കൂടി അദ്ദേഹത്തിനുണ്ട്. അങ്ങനെയാണ് അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് വരുന്നത്. രാഷ്ട്രീയത്തിലേക്ക് വന്ന് അദ്ദേഹം മന്ത്രിയായപ്പോഴാണ് അദ്ദേഹത്തെ പറ്റി കൂടുതൽ നമ്മൾ അറിയാൻ തുടങ്ങി. ഒരു തരത്തിലുള്ള അഴിമതി ആരോപണവും പ്രതിപക്ഷത്തിന് പോലും എതിർപക്ഷത്തിന് പോലും ഉന്നയിക്കാനില്ലാത്തൊരു മന്ത്രി. അത് ഏത് വകുപ്പ്? PWD വകുപ്പ്. PWD വകുപ്പ് എന്ന് പറഞ്ഞാൽ പൊതുമരാമത്ത് വകുപ്പ് കൈയിട്ട് വാരാൻ ഏറ്റവും നല്ല വകുപ്പാണ്. PWD വകുപ്പിൽ ഉദ്യോഗസ്ഥന്മാർക്ക് ടെററായിരുന്നു എന്നാണ് പറയുന്നത്. ഉദ്യോഗസ്ഥന്മാരുടെ കള്ളക്കളിയൊന്നും നടക്കില്ല. പരമാവധി ഇന്ന് ഇപ്പോഴുള്ള മന്ത്രി എന്തോ വലിയ നേട്ടങ്ങൾ ചെയ്തു എന്ന് പറയുമ്പോൾ അതിന്റെ മുഴുവൻ അടിത്തറയിട്ടത് സുധാകരനാണ് എന്ന് പറയേണ്ടി വരും. സുധാകരൻ മന്ത്രിയായിരുന്നപ്പോഴാണ് PWDക്ക് ഒരു സ്ട്രക്ചർ ഉണ്ടായത്, അതിനെ നേർവഴിക്ക് കൊണ്ടുപോയത്. കാരണം അദ്ദേഹം അഴിമതിക്കാരനല്ല, അദ്ദേഹത്തിന് അഴിമതി പണം ആവശ്യവുമില്ല. വ്യക്തിപരമായി സുധാകരൻ അഴിമതി ഇല്ല എന്ന് മാത്രമല്ല, പാർട്ടി അങ്ങനെയുള്ള ഒരു ആളായിട്ട് സുധാകരനെ ആരും കാണുന്നില്ല. ആ സുധാകരൻ പാർട്ടിയിൽ നിന്ന് പുറത്താകുന്നത്, അല്ലെങ്കിൽ പാർട്ടി സംസ്ഥാന കമ്മിറ്റിയിൽ 43 വർഷം ഇരുന്ന ആളാണ്. അദ്ദേഹം തന്നെ ഫേസ്ബുക്ക് പോസ്റ്റ് അനുസരിച്ച് 63 വർഷം പാർട്ടി മെമ്പറായി. വളരെ ചെറുപ്പത്തിൽ തന്നെ പാർട്ടി മെമ്പറായി. അത് കഴിഞ്ഞ് മന്ത്രിയായി. ഇതൊക്കെ കഴിഞ്ഞു. അദ്ദേഹത്തിന് 75 വയസ്സായി എന്ന് പറഞ്ഞിട്ടാണ് കഴിഞ്ഞ തവണ അദ്ദേഹത്തെ മാറ്റുന്നത്. 75 വയസ്സ് കഴിഞ്ഞ് എല്ലാവരും മാറുമോ എന്ന് ചോദിച്ചാൽ അതില്ല. പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി മാറിയിട്ടില്ല, പാർട്ടിക്ക് വേണ്ടപ്പെട്ടവരാരും മാറിയിട്ടില്ല, അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് വേണ്ടപ്പെട്ടവരാരും മാറിയിട്ടില്ല. നേരത്തെ പറഞ്ഞതുപോലെ 2 തവണ വന്നവർ, ചില ചട്ടങ്ങളൊക്കെ ഉണ്ടാക്കിയല്ലോ നമ്മൾ. 2 തവണ വന്നവർ ഇനി വേണ്ടാന്ന് തീരുമാനിച്ചു കഴിഞ്ഞ തവണ. പക്ഷെ ഇത്തവണ തീരുമാനിച്ചില്ല. 2 തവണ വന്നവരെ 3ാമത്തെ തവണയ്ക്ക് നിർത്താൻ തീരുമാനിച്ചു. എന്ന് മാത്രമല്ല, സുധാകരനെ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ കീഴിലുള്ള ഒരു സ്പെഷ്യൽ ബ്രാഞ്ചിലെ അംഗമായി വെച്ചു. അദ്ദേഹം പറയുന്നത്, ഞാൻ വിളിച്ച യോഗങ്ങളിൽ ഒരെണ്ണം ഒഴിച്ച്, എൻ്റെ കാലിന് വയ്യാതിരുന്ന ഒഴിച്ചാൽ എല്ലാ യോഗത്തിലും ഞാൻ പങ്കെടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു ബ്രാഞ്ച് മെമ്പർക്ക് ചെയ്യാവുന്ന പരമാവധി കാര്യം അതാണ്. പക്ഷേ ഈ ബ്രാഞ്ചിൽ എന്ത് നടക്കുന്നു, സുധാകരനെ പോലെ ഒരാൾ എന്തു പറയുന്നു എന്ന് ഒരു പ്രാവശ്യമെങ്കിലും നോക്കാൻ അവിടുത്തെ ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ശ്രമിച്ചിട്ടില്ല. ജില്ലാ കമ്മിറ്റിയുടെ കീഴിലുള്ള ബ്രാഞ്ചാണെന്ന് ആലോചിക്കണം. ഒരുപക്ഷെ ജില്ലാ സെക്രട്ടറിക്ക് വരെ പങ്കെടുക്കേണ്ട ഒരു ബ്രാഞ്ചാണ്. ചോദിച്ചിട്ടില്ല. പലവട്ടം സുധാകരൻ ഒളിഞ്ഞും തെളിഞ്ഞും തന്റെ പരാതികൾ പറഞ്ഞു. അദ്ദേഹത്തെ അവഹേളിച്ചു. അദ്ദേഹത്തെ ലോക്കൽ കമ്മിറ്റി മെമ്പർമാർ വരെ, സൈബർ സഖാക്കൾ വരെ എടുത്തിട്ട് പെരുമാറി. നമുക്കറിയാം, സൈബർ സഖാക്കൾ എന്ന് മാത്രമല്ല, ഇപ്പോൾ V വസീഫിനെ കുറിച്ച് ഇന്നലെ ഒരു ഇടതു നിരീക്ഷകൻ എന്ന് പറഞ്ഞ ഒരാൾ ചാനലിൽ പറഞ്ഞ കമന്റ് എനിക്ക് ഇഷ്ടപ്പെട്ടു. അദ്ദേഹം ഇടതു നിരീക്ഷകൻ എന്നുകൊണ്ട് ചാനൽ ചർച്ച ചെയ്ത് വന്നിരിക്കുന്നത്. എന്നിട്ട് അദ്ദേഹം പറയാണ്, V വസീഫിനെ പോലെയുള്ള എരണം കെട്ടവർ ആണ്, വസീഫ് എന്ന് പറഞ്ഞ DYFയുടെ നേതാവിനെ കുറിച്ചായി പറയണേ, ഈ ഇടതു നിരീക്ഷകൻ എന്ന് പറഞ്ഞ ആളുകളെ അപഹസിച്ചത്. ഒരിടത് നിരീക്ഷകൻ BJPയിലേക്ക് പോയി, വേറൊരു ഇടത് നിരീക്ഷകൻ പോയി. എന്തായാലും അത് വന്നപ്പോഴാണ് വസീഫ് അത് പറഞ്ഞത്. ഇനിയിപ്പോ ഒരാൾ ഇടത് നിരീക്ഷകൻ എന്ന് പറഞ്ഞ് സാമാന്യ ബുദ്ധിയോടെ അവിടെ വരാൻ പറ്റും. അപ്പോൾ ഈ സൈബർ സഖാക്കൾ ജില്ലാ സെക്രട്ടറി കാര്യമായി അവഗണിച്ചു. എത്ര പ്രാവശ്യം വിളിച്ചു പറഞ്ഞിട്ടും ഇത്ര പറഞ്ഞിട്ടും ജി സുധാകരനെ പോലെ ഒരാൾ, ഇപ്പൊ എന്തോ കേമനാണെന്നൊക്കെ അവർ പറയണ്ടല്ലോ, അദ്ദേഹത്തിനെ പോലെ ഒരാളെ ഇത്ര അവഹേളിച്ച ആളുകൾ ഇപ്പോഴും പാർട്ടിയിൽ തുടരുന്നു. ലോക്കൽ കമ്മിറ്റി മെമ്പറും ഏരിയ കമ്മിറ്റി മെമ്പറും ഒക്കെ ആയിട്ട്. അവിടെയുള്ള നിരവധി വിഷയങ്ങളിൽ സുധാകരൻ തന്റെ അഭിപ്രായങ്ങൾ പറഞ്ഞു. പാർട്ടിയുടെ പോക്ക് ശരിയല്ല, പ്രശ്നങ്ങളുണ്ട്. പക്ഷേ വളരെ ജൂനിയറായ സജി ചെറിയാനൊക്കെ സെക്രട്ടറിയിൽ ഇങ്ങനെ വടിവടികളിൽ കയറിപ്പോണു. നാസർ വലിയ ആളാവുന്നു. സുധാകരനെ തഴയുന്നു എന്ന് മാത്രമല്ല, തഴഞ്ഞാൽ പിന്നെ മനസ്സിലാക്കാം, വിമർശിക്കുന്നു, കളിയാക്കുന്നു. ആ കളിയാക്കൽ എവിടെ എത്തി? അവസാനം സംസ്ഥാന സെക്രട്ടറി വരെ കളിയാക്കുന്നിടത്തെത്തി. ആലപ്പുഴ പോലെ പാർട്ടിയുടെ ശക്തിയുള്ള ഒരു കോട്ടയിൽ ഏറ്റവും കൂടുതൽ കാലം പ്രവർത്തിച്ച ആ അദ്ദേഹത്തിനെ സംസ്ഥാന സെക്രട്ടറി അദ്ദേഹം ചിരിച്ചത്, ആ ചിരി കേരളം മുഴുവൻ കണ്ടതല്ലേ. പണ്ട് ഇതുപോലെ ഒരു തെരഞ്ഞെടുപ്പിൽ LDF തോറ്റപ്പോൾ അച്യുതാനന്ദൻ ചിരിച്ചു എന്നാണ് വലിയ വാർത്ത. എന്താ കാര്യം? തോൽക്കേണ്ടതാണ് എന്ന് തന്നെയാണ് എൻ്റെ അർത്ഥം. അപ്പൊ ആ അർത്ഥത്തിൽ വലിയ ഒരു തിരിച്ചടി ഇദ്ദേഹത്തിന് ഉണ്ടാവുന്നു.
സുധാകരൻ ഉണ്ടാവും. അത് എന്തുകൊണ്ടാണ് പാർട്ടി നേതൃത്വം എടുക്കാതിരുന്നത്? എം എ ബേബിയൊക്കെ സുധാകരന്റെ ശിഷ്യനാണ് SFI, സംശയമൊന്നും വേണ്ട. അദ്ദേഹം അഖിലേന്ത്യാ സെക്രട്ടറിയാണ്. പക്ഷെ പ്രശ്നം എന്താ? പ്രശ്നം ഇപ്പോൾ ഈ പാർട്ടി എന്ന് പറഞ്ഞാൽ ഒരാളും അയാളുടെ ചുറ്റുള്ള കുറെ ആളുകളും എന്ന രൂപത്തിലേക്ക് പാർട്ടി വന്നിരിക്കുന്നു. പാർട്ടി സംഘടനയില്ല, പാർട്ടിക്ക് ആശയപരമായ ഒരടിത്തറയുമില്ല. ഭരണം പിടിക്കുക, LDF 03, പിണറായി 03 തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉയർത്തുന്നതിനപ്പുറത്തേക്ക് ഏതെങ്കിലും തരത്തിൽ ആശയപരമായ ഒരു ദൃഢത പാർട്ടിക്കില്ല. പാർട്ടി ഭരണം കിട്ടുക, ഭരണത്തിലേക്ക് പോവുക എന്നുള്ളതാണ്. ആലപ്പുഴ ജില്ലയിൽ തന്നെ നിരവധി ഇടങ്ങളിൽ, കുട്ടനാടൊക്കെ വലിയ തോതിലുള്ള സംഘർഷം ഉണ്ടായിട്ടുണ്ട്. ഇന്ന് രാവിലെ കിട്ടിയ ഒരു വാർത്ത, MV ഗോവിന്ദൻ മാഷ് സുധാകരനെ വിളിച്ചിരിക്കുന്നു. ഈ ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടിട്ട് വിളിക്കാൻ വേണ്ട ഒരാളാണോ സുധാകരൻ? അടിയന്തരാവസ്ഥയ്ക്ക് 50ാം വാർഷികം വെച്ച് സെമിനാർ നടത്തി. ആ സെമിനാറിൽ അല്ലെങ്കിൽ സമ്മേളനത്തിലേക്ക് ഇന്ന് ജീവിച്ചിരിക്കുന്ന അടിയന്തരാവസ്ഥയിലെ ഒരു ഇരയായ സുധാകരനെ, ആലപ്പുഴ ജില്ലയിൽ ഒരു ഇര എന്ന് വേണമെങ്കിൽ പറയാം, ഉറപ്പായി പറയാവുന്ന, ജയിലിൽ കിടന്നിട്ടുള്ള, അടിയന്തരാവസ്ഥയിൽ ജയിലിൽ കിടന്നിട്ടുള്ള സുധാകരനെ വിളിച്ചതുപോലുമില്ല. അദ്ദേഹത്തിന് വല്ലാത്ത വേദന ഉണ്ടാക്കിയിട്ടുണ്ടാവും. ആ വേദന അദ്ദേഹം തുറന്നു പറഞ്ഞു. ഇപ്പോ കതിരിൽ വളം വെക്കുന്ന പോലെ നാസർ വിളിക്കുന്നു, ജില്ലാ സെക്രട്ടറി നാസർ വിളിക്കുന്നു, സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദമാഷ് വിളിക്കുന്നു, MA ബേബി പറയുന്നു സുധാകരൻ സഖാവ് അങ്ങനെ ചെയ്യില്ല എന്ന്. പക്ഷെ എന്തുണ്ടായി? ഇത്രയ്ക്കും അപമാനം ഒരു മനുഷ്യനോട് ചെയ്യുക. ഇത് VS ചെയ്തിട്ടുള്ളതാണ്. സഖാവ് VS ഇത് ചെയ്തിട്ടുള്ളതാണ്. നിരവധി നേതാക്കളോട് ഇത് ചെയ്തിട്ടുള്ളതാണ്. അങ്ങനെ ചെയ്താൽ ആ ചതി അത്ര പെട്ടെന്ന് മറക്കാൻ പറ്റില്ല. ഇന്ന് പാർട്ടി സംഘടനയെ ഒന്നിച്ചു കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു സെക്രട്ടറി ഇല്ല. ഇപ്പോൾ സഖാവ് കൊടിയേരിയാണ് സെക്രട്ടറി എങ്കിൽ ഞാൻ ഉറപ്പായി പറയുന്നു, സുധാകരൻ സഖാവിനെ വളരെ നേരത്തെ വന്ന് കണ്ട് കാര്യങ്ങൾ ചർച്ച ചെയ്യുമായിരുന്നു. അതിനു പകരം പരസ്യമായി ഇപ്പൊ അവഹേളിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞാലും നമ്മൾ കണ്ടതല്ലേ, അവഹേളിക്കുന്ന ഒരു സെക്രട്ടറി ഈ പാർട്ടിക്ക് ഇപ്പോൾ ഉള്ളത്. ജനാധിപത്യത്തിൽ വലിയ വിപ്ലവം നടത്താൻ ഈ പാർട്ടിയെ കൊണ്ട് പറ്റുന്ന അവരെന്നെ വിചാരിക്കുന്നില്ല, അതിലൊന്നും അവർ പ്രതീക്ഷയില്ല. ഇതൊരു ജനാധിപത്യ പാർട്ടിയായി, ജനാധിപത്യത്തിൽ പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ കക്ഷിയായി ജനങ്ങളുമായി കൂടുതൽ, ഇപ്പൊ കോൺഗ്രസിലോ മറ്റേതെങ്കിലും കക്ഷിയിലാണെങ്കിൽ ആരെങ്കിലും ഇടഞ്ഞാൽ കുറെ ആളുകൾ പോയി കാണുന്നു. ഞാൻ ഒരു ഉദാഹരണം കൂടി പറയാം. AV ഗോപിനാഥ് എന്ന് പറയുന്ന വിമത കോൺഗ്രസ്സുകാരനെ മുഖ്യമന്ത്രി വിളിച്ചു പാലക്കാട്. അയാൾക്ക് ഗുരുവായൂർ ദേവസ്വം ബോർഡ് ചെയർമാൻ സ്ഥാനം കൊടുക്കാൻ പോവുക. എന്തിനാ? അയാൾ വിമത കോൺഗ്രസ്സുകാരനാ. വിമത കോൺഗ്രസ്സുകാരനെ ഇപ്പോ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന PS പ്രശാന്ത്, അദ്ദേഹം ആരാ? പഴയ കോൺഗ്രസ്സുകാരനാ. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തോറ്റ് കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് രാജിവെച്ച് ഇവിടെ വന്ന് അയക്ക് കൊടുക്കട്ടെ. അത്ര പരിഗണന പോലും സുധാകരനോട് ഉണ്ടായില്ല. അവിടെയാണ് പ്രശ്നം. ഇപ്പൊ ശോഭന ജോർജിന് കൊടുക്കുന്ന പരിഗണന പോലും സുധാകരൻ ആലപ്പുഴ ജില്ലയിൽ കൊടുത്തില്ല എങ്കിൽ അദ്ദേഹം വിമതനാവുന്നതിൽ തെറ്റില്ലല്ലോ, പറയാൻ പറ്റും. അദ്ദേഹം ഇപ്പോ MM മണി ഒരു കമന്റ് പറഞ്ഞു, അതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. MM മണിക്ക് സീറ്റ് കൊടുത്തില്ല, അദ്ദേഹത്തിന് ഷുഗറൊക്കെ ഉണ്ട് എന്നാണ് പറഞ്ഞത്. അതിന് MM മണി, ഞാൻ മണിയാശാന്റെ ആരാധകനൊന്നുമല്ല, അദ്ദേഹത്തിന് കടുത്ത വിമർശകനാണെങ്കിൽ പോലും പറയട്ടെ, മണിയാശാൻ പറഞ്ഞ മറുപടി എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്നെ അത്ര തന്നെ ഷുഗർ ജയചന്ദ്രനും ഉണ്ട് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എന്നെ മാറ്റി ജയചന്ദ്രനെ കൊണ്ടുവന്ന് എന്തിനാന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല ഇതുവരെ എന്ന്. ഇതാണ് പാർട്ടിക്കകത്തെ കഥ. ഈ കഥ ഇങ്ങനെ പോവുകയാണെങ്കിൽ പാർട്ടി ഇല്ലാതാവും. അതിനു പകരം ജനങ്ങളെ, അണികളെയെങ്കിലും ഒന്നിച്ചു കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു പാർട്ടി നേതൃത്വം, പാർട്ടി സെക്രട്ടറി, പാർട്ടി സംഘടന ഉണ്ടാവണം. അങ്ങനെ ഉണ്ടാകുമ്പോൾ അതിന് ഏക നേതൃത്വം, ഒരാൾ എല്ലാം തീരുമാനിക്കുന്ന, അല്ലെങ്കിൽ ഒരിടത്തു നിന്നെല്ലാം തീരുമാനിക്കുന്ന ഒരു പാർട്ടി ഘടന ഉണ്ടായിക്കൂടാ. അതിനെയാണ് സുധാകരൻ ചോദ്യം ചെയ്യുന്നത്. കേരളത്തിൽ CPM നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി ഇത് തന്നെയാണ് എന്നാണ് ഞാൻ കരുതുന്നത്.